നമസ്കാരം. രാവിലെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കഴിഞ്ഞ ദിവസം അന്തരിച്ച CJ റോയി അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ നടന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ചില വാർത്തകൾ പുറത്തു വരുന്നത് CJ റോയി ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നുവെന്നും ആത്മഹത്യാ കുറിപ്പടക്കം തയ്യാറാക്കിയിരുന്നുവെന്നും തൻ്റെ പിൻഗാമി അടക്കം നിശ്ചയിച്ചിരുന്നുവെന്നും മറ്റുമാണ്. ഇത് വളരെ വിശദമായ അന്വേഷണത്തിന് ഉള്ള സാധ്യതകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് SIT നീങ്ങുന്നുണ്ട് എന്നാണ് വിവരം. അതിൻ്റെ വിശദാംശങ്ങൾ ഉണ്ടാകും. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എത്തിക്സ് കമ്മിറ്റി, നിയമസഭാ എത്തിക്സ് കമ്മിറ്റി ഇന്ന് പരിഗണിക്കുകയാണ്. സഭാ സമ്മേളനം ഇന്നുണ്ട്. പ്രക്ഷുബ്ധമാകും, സ്വാഭാവികമാണ്. പോറ്റിയടക്കം ജാമ്യത്തിന് ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. തന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട നീക്കത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതടക്കം നിരവധി വാർത്തകളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പാർലമെന്റിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ പ്രതിപക്ഷം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന ചർച്ചയ്ക്ക് മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന്. ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള പൊതുചർച്ച നിയമസഭയിൽ. കേന്ദ്ര ബജറ്റിലെ അവഗണനയിൽ നിയമസഭയിലും പ്രതിഷേധം. അതിവേഗ റെയിൽ പദ്ധതി ഓഫീസ് ഇന്ന് മലപ്പുറത്ത് പ്രവർത്തനം ആരംഭിക്കും. ശ്രീധരന്റെ ഓഫീസ് പൊന്നാനിയിൽ തുറക്കുന്നത് രാവിലെ 9:30-ഓടെ. പദ്ധതിയിലെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള യോഗങ്ങൾ ഈ മാസം 15 മുതൽ. സർക്കാർ ഡോക്ടർമാരുടെ അനിശ്ചിതകാല OP ബഹിഷ്കരണ സമരം ഇന്ന്. അടിയന്തര ശസ്ത്രക്രിയ അടക്കമുള്ള അവശ്യ സേവനങ്ങൾ ഒഴിവാക്കി സമരം. മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കും. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിൽ അന്വേഷണം തുടരുന്നു. റോയിയുടെ ഓഫീസിൽ നിന്ന് കണ്ടെടുത്ത 2 മൊബൈലുകളും വിവരങ്ങളും പരിശോധിക്കും. ഇതിനായി അനുമതി തേടി പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ. ശബരിമല കട്ടളപ്പാളി കേസിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ. കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുന്നത് ചൂണ്ടിക്കാട്ടി ഹർജി. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെയും തന്ത്രി രാജീവരുടെയും ജാമ്യ ഹർജികളും പരിഗണനയ്ക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാനുള്ള നടപടികൾ നിയമസഭയിൽ ഇന്ന് തുടങ്ങും. DK മുരളി സ്പീക്കർക്ക് നൽകിയ പരാതി പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കും. മറ്റു വാർത്തയിലേക്ക്, അതിന്റെ വിശദാംശങ്ങളിലേക്ക്. കേന്ദ്ര ബജറ്റിലെ അവഗണനയിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ പ്രതിപക്ഷം. പാർലമെന്റിൽ ഇന്ന് രാഹുൽ ഗാന്ധി സംസാരിക്കും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന ചർച്ചയ്ക്ക് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയും ഇന്ന് തുടങ്ങും. 3 ദിവസങ്ങളിലായാണ് ചർച്ച നടക്കുക. 4-ാം തീയതി പ്രധാനമന്ത്രി മറുപടി പറയും. ബജറ്റിന്മേലുള്ള ചർച്ച 5 മുതൽ നടക്കും. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ മറുപടി 11-നാണ്. ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് നിയമസഭയിൽ തുടങ്ങും. 3 ദിവസമാണ് ചർച്ച. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തെ അവഗണിച്ചതിലുള്ള പ്രതിഷേധവും ചർച്ചകളിൽ വരും. സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷങ്ങൾ ഒരുപോലെ കേന്ദ്ര ബജറ്റിനെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നിയമസഭ സാക്ഷ്യം വഹിക്കും. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അത് എത്തിക്സ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. പാലക്കാട് MLA-യുടെ ആ MLA സ്ഥാനം തെറിക്കുമോ എന്ന കാര്യം, ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് എത്തിക്സ് കമ്മിറ്റി കടക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അയോഗ്യനാക്കാനുള്ള നടപടികൾ നിയമസഭയിൽ ഇന്ന് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. രാഹുലിനെതിരെ DK മുരളി MLA ആണ് സ്പീക്കർക്ക് പരാതി നൽകിയത്. അത് പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു. ഇന്ന് എത്തിക്സ് കമ്മിറ്റി ഈ പരാതി പരിശോധിക്കുന്നുണ്ട്. പരാതിക്കാരനെയും രാഹുലിനെയും വേണ്ടിവന്നാൽ ഇരകളെയും വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനും സമിതിക്ക് അധികാരമുണ്ട്. ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും സ്പീക്കർ രാഹുലിനെ അയോഗ്യനാക്കാനുള്ള നീക്കങ്ങൾ നടത്തുക എന്നാണ് മനസ്സിലാകുന്നത്. VV വിനോദുണ്ട്. വിനോദ്, വളരെ നിർണായകമാണ് കാര്യങ്ങൾ. എത്തിക്സ് കമ്മിറ്റി സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അയോഗ്യത സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ഇതിപ്പോൾ ഈ അംഗങ്ങൾ, നമുക്കറിയാം പ്രതിപക്ഷത്തുള്ള 2 അംഗങ്ങളുണ്ട്, ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും അംഗങ്ങളൊക്കെ ഉണ്ട്. അവരുടെ നിലപാടും ഈ വിഷയത്തിൽ നിർണായകമാണ്. അറിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെയാണ് ഇനി കടന്നു പോകാൻ പോകുന്നത്. കാരണം നേരത്തെ തന്നെ DK മുരളി നൽകിയ പരാതി സ്പീക്കർ സ്വീകരിക്കുകയും അത് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. കമ്മിറ്റിയുടെ ശുപാർശ റിപ്പോർട്ട്
സ്പീക്കർക്ക് മുന്നിലേക്ക് വരും. അതിനുശേഷമായിരിക്കും അതിന്മേലുള്ള നടപടികളെക്കുറിച്ച് തീരുമാനിക്കുക. ഏതായിരുന്നാലും ഇതുവരെയുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലയിലല്ല കാര്യങ്ങൾ പോകുന്നത്. റിമാൻഡിൽ കഴിയേണ്ടി വരുന്നു. ഒന്നിനു പിറകെ ഒന്നായി കേസുകൾ വരുന്നു. ഓഡിയോ സന്ദേശം പുറത്തു വരുന്നു. യുവതിയുമായി സംസാരിച്ചതിൻ്റെ കൂടുതൽ വ്യക്തതയുള്ള ഓഡിയോ സന്ദേശം ഇന്ന് ഈ കാര്യത്തിൽ വലിയ നിർണായകമായ തീരുമാനങ്ങൾ വരാനിരിക്കെ കഴിഞ്ഞ ദിവസം കൂടുതൽ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ആദ്യം ടെലിവിഷൻ ചാനലുകളിൽ വന്നത് ആ സംഭാഷണം അതിൻ്റെ ശബ്ദത്തിൽ മാറ്റം വരുത്തിയുള്ള ചില ഭാഗങ്ങൾ മാത്രമായിരുന്നു പുറത്തു വന്നത്. പക്ഷേ ഇന്നലെ ഈ ഓൺലൈൻ ചാനലുകളിലൂടെ അടക്കം അതിൻ്റെ പൂർണ്ണ രൂപം പുറത്തു വന്നിരുന്നു. ആ യുവതിയും രാഹുൽ മാങ്കൂട്ടവും, ഒന്നാമത്തെ അതിജീവിതയും രാഹുൽ മാങ്കൂട്ടവുമായി നടത്തുന്ന സംഭാഷണമാണ്. അതിൽ വളരെ വ്യക്തമായി ഈ ഗർഭചിത്രത്തെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടം പറയുന്ന ഭാഗങ്ങളുണ്ട്. മാത്രമല്ല യുവതി ആവർത്തിച്ച് പറയുന്നത് ആ കുഞ്ഞിനെ കൊല്ലാൻ കഴിയില്ല എന്ന കാര്യമാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടം പ്രകോപിതനാവുകയും ആ യുവതിയെ തെറി വിളിക്കുകയും നേരത്തെ തന്നെ ആദ്യം വന്ന ഓഡിയോ ക്ലിപ്പിലുള്ളതുപോലെ തന്നെ ഈ കൊലപ്പെടുത്തുമെന്നുള്ള കാര്യമൊക്കെ പറയുന്നു. അല്ലെങ്കിൽ തനിക്ക് പെൺകുട്ടിയെ കൊല്ലാൻ എത്ര സമയം വേണം എന്ന ചോദ്യമൊക്കെ ഉന്നയിക്കുന്ന ആ ഓഡിയോയുടെ യഥാർത്ഥ വെർഷൻ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഈ കോടതി നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനും വിശദീകരിക്കാൻ കഴിയും. ഇങ്ങനെ ഒരു എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നാൽ തന്നെ ഇതിൽ ഉൾപ്പെടുന്ന ആൾക്കാരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിക്കാൻ സ്പീക്കർക്ക് അവകാശമുണ്ട്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെയും ഈ അതിജീവിതയും ഒക്കെ തന്നെ സ്പീക്കർ ഒരുപക്ഷെ അങ്ങനെ മൊഴി രേഖപ്പെടുത്തുന്നതിലേക്ക് വിളിച്ചു വരുത്തും. ആ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പറയാൻ കഴിയുന്ന കാര്യം ഇപ്പോഴുള്ള കോടതി നടപടികളാണ്. കോടതി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ പ്രാവശ്യം രാഹുലിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്ന പത്തനംതിട്ട കോടതിയുടെ വിധിയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങളുമൊക്കെ തന്നെ അതിൽ ചിലത് പാസിംഗ് കമൻറ്റുകളാണ്, അല്ലെങ്കിൽ പത്തനംതിട്ട കോടതിയുടേത് വിധിക്ക് മുമ്പുള്ള പരാമർശങ്ങളാണ്. അതൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എങ്ങനെ കുറ്റകൃത്യമാകും എന്ന ചില പരാമർശങ്ങൾ, ചോദ്യങ്ങളുണ്ട്. പക്ഷേ അതേ കോടതികൾ തന്നെയാണ് ഈ ഗർഭചിത്രം അത് കുറ്റകരമാണെന്ന് പറയുന്നതും യുവതിയെ രാഹുൽ പ്രേരിപ്പിച്ചു എന്നതിന് തെളിവുണ്ടെന്ന് ഹൈക്കോടതി ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. അതായത് രണ്ട് ഭാഗത്തെയും കാര്യങ്ങൾ ഇഴകീറി പരിശോധിക്കുകയാണ്. മാത്രമല്ല എന്തുകൊണ്ട് പാലക്കാട്ടേക്ക് വീണ്ടും ഈ അതിജീവിത പോയി, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടും വീണ്ടും രാഹുലിനെ കാണാൻ എന്തുകൊണ്ട് പോയി എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിന് പ്രോസിക്യൂഷൻ നൽകിയ മറുപടി കൃത്യമായി കാര്യങ്ങൾ FIR-ൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് വീണ്ടും ഒരു കൂടിക്കാഴ്ച എന്നതിനുള്ള എല്ലാ കാര്യങ്ങളും FIR-ൽ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ആ വാദത്തിനിടയിൽ ഒരു വിവരമായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. ഏതായിരുന്നാലും ഇതിൻ്റെ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. മാത്രമല്ല അങ്ങനെ എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് നൽകിയാൽ തന്നെ വളരെ പെട്ടെന്ന് തിടുക്കത്തിൽ രാഹുലിനെ അയോഗ്യനാക്കുമോ എന്ന കാര്യത്തിലും ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉൾപ്പെടെയുള്ള കേസാണ്. അങ്ങനെ ഒരു കേസിൽ തിടുക്കപ്പെട്ട് തീരുമാനമെടുക്കുകയും പിന്നീട് കോടതിയുടെ ഭാഗത്ത് നിന്ന് മറിച്ചൊരു വിധി വരികയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷേ എത്തിക്സ് കമ്മിറ്റിയിൽ ഉണ്ടായത് രാഷ്ട്രീയ തീരുമാനമാണെന്ന ആരോപണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ധീരമായ നടപടിയെടുത്ത് പോകാനുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. മറ്റൊന്ന് ഈ UDF അംഗങ്ങളുടെ എതിർപ്പ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായും കോൺഗ്രസ് രാഹുലിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. രാഹുലിന് ഒരു പിന്തുണയും കോൺഗ്രസ് പാർട്ടി നൽകുന്നില്ല, UDF നൽകുന്നില്ല. UDF-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കുന്നില്ല. മാത്രമല്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പോടുകൂടി തന്നെ ഉപതെരഞ്ഞെടുപ്പോടുകൂടി തന്നെ രാഹുലിൻ്റെ ഒരു സാന്നിധ്യമില്ലാതെ തന്നെ തിരഞ്ഞെടുപ്പ് ജയിക്കാം. കാരണം ഈ യുവരക്തത്തിൻ്റെ ഇടപെടലാണ് കഴിഞ്ഞ പല തിരഞ്ഞെടുപ്പുകളും UDF-ന് വിജയം നേടിക്കൊടുത്തതെന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. ഇവരുടെ ഈ റീൽ സംഘം അവർ നടത്തുന്ന ഇടപെടലുകളും യുവാക്കളെ ആകർഷിക്കുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും അങ്ങനെയുള്ള നരേഷനുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ രാഹുൽ കൂടുതൽ അപ്രസക്തനാകുന്ന ഒരു നില കൂടി ഉണ്ടായി. ഏതായിരുന്നാലും പാലക്കാട് കേന്ദ്രീകരിച്ച് പുതിയൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് കോൺഗ്രസും ചർച്ച നടത്തുന്നുണ്ട്. അവിടെ ആരാകും കണ്ണൻ ഗോപിനാഥനെ പോലുള്ള IAS-കാരൻ അല്ലെങ്കിൽ അങ്ങനെ സിവിൽ സർവീസ് രംഗത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുടെ പേരൊക്കെ വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. കണ്ണൻ ഗോപിനാഥൻ തൻ്റെ പേര് തള്ളുകയോ കൊള്ളുകയോ ചെയ്തിട്ടില്ല. മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. അവിടെ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പാർട്ടി നേതൃത്വം ചർച്ച നടത്തിയെന്നോ ഇല്ലെന്നോ ഒന്നും തന്നെ പറയുന്നില്ല. പാർട്ടി പറഞ്ഞാൽ അവിടെ മത്സരിക്കും എന്ന ഒരു നിലയിലേക്ക് വരുന്നു. മാത്രമല്ല കണ്ണൻ പാലക്കാട് കൂടുതൽ സജീവമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ തരത്തിൽ കൂടി നമ്മളിപ്പോഴത്തെ സാഹചര്യങ്ങളെ നോക്കിക്കാണണം. പറഞ്ഞു വന്നത് UDF-ൻ്റെ എതിർപ്പാണ്. ഈ എത്തിക്സ് കമ്മിറ്റിയിൽ
ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ രാഹുലിനെ വല്ലാതെ പിന്തുണയ്ക്കുന്ന ഒരു നിലയിലേക്ക് UDF അംഗങ്ങൾ പോകില്ല എന്നത് വളരെ വ്യക്തമാണ്. അതേസമയം കോടതിയുടെ ഭാഗത്തുള്ളൊരു കാര്യമാണ് അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീരുമാനം കൂടി അറിഞ്ഞ് നടപടിയിലേക്ക് പോകണമോ എന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ അതുപോലും ഒരുപക്ഷെ രാഹുലിനെ പിന്തുണയ്ക്കുന്നതാണ് എന്ന വ്യാഖ്യാനം ഉണ്ടാകാനിടയുള്ളതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അടക്കം കർശനമായ നിർദ്ദേശം നൽകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു പിന്തുണയും രാഹുലിന് നൽകേണ്ടതില്ല എന്ന നിലയിലേക്ക് UDF പോകുമെന്നാണ് നമുക്ക് കൂടുതലും വിശ്വസിക്കാൻ കഴിയുന്നത്. രഞ്ജിത്ത്, ശ്രീ VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന് നിർണായകമായ ദിവസങ്ങളാണ് ഇനി. ശബരിമല കട്ടളപ്പാളി കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുന്നതടക്കം ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യത്തിനായുള്ള നീക്കം. വിനീഷ് വിവരങ്ങളുമായി ചേരും. വിനീഷ്, നേരത്തെയും ഈ വിഷയത്തിൽ ജാമ്യം കിട്ടിയവരുണ്ട്. അതിനൊക്കെ കാരണമായി കോടതി ചൂണ്ടിക്കാട്ടിയത് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിലെ വൈകലാണ്. സമാനമായ നീക്കം പോറ്റി നടത്തുമ്പോൾ പോറ്റിക്കും അതിനൊരു സ്വാഭാവിക അർഹതയുണ്ട് എന്ന നിലയിലേക്ക് കോടതി വരുമോ? തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അതുപോലെ തന്നെ തന്ത്രി കണ്ഠർ രാജീവരുടെയും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാർ, അങ്ങനെ 3 പേരുടെയാണ് ജാമ്യ ഹർജികളിൽ നിന്ന് കോടതി പരിഗണിക്കാനിരിക്കുന്നത്. ഈ കേസിൽ ആദ്യം ജാമ്യം ലഭിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായിരുന്നു. നമുക്കറിയാം, കട്ടളപ്പാളി കേസിൽ 90 ദിവസം പിന്നിടാത്തത് കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം, അതായത് ഈ 31-ാം തീയതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ കട്ടളപ്പാളി കേസിലും 90 ദിവസം പിന്നിട്ടതിനെ തുടർന്ന് ജാമ്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ സുധീഷ് കുമാറും കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചതായിട്ടാണ് അറിയുന്നത്. അതും ഇന്ന് പരിഗണിക്കും. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ SIT കുറ്റപത്രം സമർപ്പിക്കുന്നതിലുള്ള വീഴ്ച, ഒരു മെല്ലപ്പോക്ക് സമീപനം, ഇതാണ് ഈ പ്രതികൾ കുറ്റപത്രം സമർപ്പിക്കാൻ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ ഇടയായി തീർന്നിരിക്കുന്നത്. ഏതായാലും 90 ദിവസം പിന്നിട്ടതുകൊണ്ട് സ്വാഭാവിക ജാമ്യം ലഭ്യമാകാൻ ഇവർക്ക് അർഹതയുണ്ട്. ഇന്ന് ലഭ്യമാകും. ഇരുവരും പുറത്തിറങ്ങാനുള്ള സാധ്യതയാണ് രഞ്ജിത്ത് കാണുന്നത്. അപ്പോ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിരുന്ന മുരാരി ബാബുവും ശ്രീകുമാറും മാത്രമാണ് ഈ കേസിൽ പുറത്തിറങ്ങിയിട്ടുള്ളത്. 90 ദിവസം പിന്നിട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇരുവരും ജയിൽ മോചിതരായ സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ കുറ്റാന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് പോലും രൂക്ഷ വിമർശനം നേരിടുന്ന സാഹചര്യമുണ്ട്. ഇവരെല്ലാം തന്നെ ഈ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുമ്പോൾ ജാമ്യം ലഭ്യമാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കടക്കം ഇന്ന് ജാമ്യം ലഭിക്കുമോ എന്ന കാര്യം നിർണായകമാണ്. കഴിഞ്ഞ 2 മാസമായി ജയിലിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കുറ്റപത്രം സമർപ്പിക്കാനുള്ള കാലതാമസം അടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. ഒപ്പം തന്ത്രിയും സമാനമായി തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥൻ സുധീഷ് കുമാറും ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മറ്റു വാർത്ത, ഒരുപക്ഷെ ഇന്ന് സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ സേവനം മുടങ്ങുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. സർക്കാർ ഡോക്ടർമാരുടെ അനിശ്ചിതകാല OP ബഹിഷ്കരണ സമരം ഇന്നു മുതൽ ആരംഭിക്കുന്നു. അടിയന്തര ശസ്ത്രക്രിയ അടക്കമുള്ള അവശ്യ സേവനങ്ങൾ ഒഴിവാക്കിയാകും സമരം. കാഷ്വാലിറ്റി, ലേബർ റൂം, ICU, ശസ്ത്രക്രിയകൾ, പോസ്റ്റ്മോർട്ടം എന്നിവ ഒഴിവാക്കും. OP ബഹിഷ്കരണത്തിനൊപ്പം അധ്യാപന ബഹിഷ്കരണവും തുടരും. ശമ്പള പരിഷ്കരണ കുടിശ്ശിക, DA കുടിശ്ശിക എന്നിവ ഉടൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന സമരം ആശുപത്രികളുടെ പ്രവർത്തനത്തെയും ബാധിക്കും. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഓഫീസ് ഇന്ന് മലപ്പുറത്ത് തുറക്കും. പൊന്നാനിയിലാണ് ശ്രീധരന്റെ ഓഫീസ്. രാവിലെ 9:30യോടെയാണ് ഓഫീസ് ആരംഭിക്കുക. പദ്ധതിയെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനും സംശയങ്ങൾ ദൂരീകരിക്കാനുമാണ് തീരുമാനം. ഫെബ്രുവരി 15 മുതലാകും യോഗങ്ങൾ. ആദ്യ യോഗം മലപ്പുറത്ത് ആകും ആരംഭിക്കുക. ഇന്നലെയാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടത്. കേരളത്തെ ബജറ്റ് വല്ലാതെ അവഗണിച്ചു എന്ന ഒരു നിലയിലാണ് കേരളത്തിൽ പുതിയൊരു വികാരമുയർന്നത്. വലിയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതിവേഗ റെയിലും എയിംസും ഒക്കെ പ്രതീക്ഷിച്ചുവെങ്കിലും കാര്യമായി ഒന്നും കിട്ടിയില്ല എന്നതാണ് സത്യം. കിട്ടിയ കാര്യങ്ങളിൽ ഒന്ന് കടലാമ സംരക്ഷണ കേന്ദ്രമാണ്. അറിയാം ഈ കടലാമയെക്കുറിച്ച്. കേന്ദ്ര ബജറ്റിലെ ഒരു പ്രഖ്യാപനം കേരളത്തിന് കടലാമ സംരക്ഷണത്തിന് ഒരു കേന്ദ്രം അനുവദിക്കുമെന്നതാണ്. അതിവേഗ റെയിൽപാതയും എയിംസും ഒക്കെ പ്രതീക്ഷിച്ച കേരള ജനതയ്ക്ക് കിട്ടിയൊരു സമ്മാനമാണ് ഈ ആമ സംരക്ഷണ കേന്ദ്രം. നീറുന്ന 100 പ്രശ്നങ്ങൾ കേരളത്തിൽ ഉള്ളപ്പോൾ യുവജനതയ്ക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ വക നൽകുന്ന പല പദ്ധതികളിൽ ഏതെങ്കിലും ചിലതെങ്കിലും
നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമെന്ന് കരുതിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംരക്ഷണ കേന്ദ്രം വരുന്നത്. പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ ടൊട്ടോയിസ് മൊസ്കിറ്റോ കോയിൽ എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ്. പലരും അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. ആമമാർക്ക് കൊതുകുതിരി, ആ കാര്യമാണ് ഈ ബജറ്റിൽ പ്രഖ്യാപനം വന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത്. അതായത് നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ പണ്ട് ഈ കൊതുകിനെ കൊല്ലാൻ അന്ന് ഈ ഫാനും എ സി ഒന്നുമില്ല. അതുകൊണ്ട് നാട്ടിലൊക്കെ വലിയ കൊതുക് ശല്യം രൂക്ഷമായപ്പോൾ ആളുകൾ തേടിപ്പോയിരുന്ന ഒരു ബ്രാൻഡാണ് ആമമാർക്ക് കൊതുകുതിരി. ഈ ടൊട്ടോയിസ് മൊസ്കിറ്റോ കോയിൽ എന്നൊക്കെ പറയുന്നത് നാട്ടിൻ പ്രദേശത്തുള്ള ആളുകൾക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അവർ ആ കവറിന് പുറത്തുണ്ടായിരുന്ന ആമയുടെ ചിത്രം അത് ചൂണ്ടിക്കാണിച്ച് ആമമാർക്ക് കൊതുകുതിരി വേണം എന്ന ആവശ്യം ഉന്നയിച്ചത്. ബോംബെ കെമിക്കൽ പ്രൈവറ്റ് ലിമിറ്റഡാണ് ഈ ആമമാർക്ക് കൊതുകുതിരി നിർമ്മിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഈ കടലാമ സംരക്ഷണം എന്ന് പറയുമ്പോൾ എന്താണ് കടലാമ എന്നുകൂടി അറിഞ്ഞിരിക്കണമല്ലോ. മിക്കവാറും സമയം ജലത്തിൽ തന്നെ കഴിയുന്ന ആമ വിഭാഗമാണ് കടലാമകൾ. വളരെ പതിയെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ഇവയ്ക്ക് 150 മുതൽ 200 വർഷം വരെയാണ് ആയുസ്. കരയാമയേക്കാൾ കടലാമകൾക്ക് ആയുസ് കുറവാണ്. അത് 30 മുതൽ 50 വർഷം വരെയൊക്കെയാണ് അതിൻ്റെ ആയുസ് വരുന്നത്. ഭൂമിയിൽ ആദ്യമായി ജീവൻ ഉത്ഭവിച്ചത് കടലിലെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ചില ജീവികൾ കരയിലേക്ക് കയറി. ഇപ്രകാരം കരയിലേക്ക് കയറി വന്ന് തിരികെ കടലിലേക്ക് തന്നെ പോയവയാണ് കടലാമകൾ. ശുദ്ധജലത്തിൽ കഴിയുന്ന ആമകളാണ് ടെറാപ്പിൻ എന്നറിയപ്പെടുന്നത്. ഇവ തടാകങ്ങളിലും പുഴകളിലുമൊക്കെ കാണപ്പെടുന്നു. സമുദ്രത്തിൽ കഴിയുന്ന ആമകളാണ് കടലാമകൾ അഥവാ മറൈൻ ടർട്ടിൽസ്. ലോകത്തിലെ എല്ലാ സമുദ്രങ്ങളിലുമായി 7 കടലാമ സ്പീഷീസുകളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആധുനിക കാലത്ത് സമുദ്രമലിനീകരണം മുഖാന്തരം കടലാമകളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായമുള്ള ഉരകവർഗമാണ് കടലാമകൾ. ഏകദേശം 200 കോടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ കടലാമകളുടെ വർഗം ഉണ്ടായിരുന്നുവെന്നാണ് ശാസ്ത്രമതം പറയുന്നത്. ഏതാനും ഇഞ്ചുകൾ മുതൽ 7 അടിയിലേറെ നീളമുള്ള കടലാമകളുമുണ്ട്. ജീവിക്കുന്നത് കടലിലാണെങ്കിലും തീരപ്രദേശത്തുണ്ടാക്കുന്ന കുഴികളിലാണ് ഇവ മുട്ടയിടുന്നത്. മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കില്ല. കുഴി മൂടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കടലിലേക്ക് ഇത് മടങ്ങിപ്പോകും. ആഴ്ചകൾ കഴിഞ്ഞ് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അതിവേഗം കടലിലേക്ക് ഇറങ്ങും. അതിനു മുൻപ് മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ കണ്ണിൽപ്പെട്ടാൽ അതോടെ എല്ലാം തീർന്നു. പക്ഷേ ഇപ്പോൾ കടുത്ത നിയമങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് മുട്ടയെടുക്കാൻ മനുഷ്യർ ഒന്ന് മടിക്കും. കടലിൽ ജീവിക്കാനുള്ള ഒരുപാട് പ്രത്യേകതകൾ പ്രകൃതി കടലാമകൾക്ക് നൽകിയിട്ടുണ്ട്. കടലിലെ ആഴങ്ങളിലേക്ക് ഡൈവ് ചെയ്തു പോകാനും ദീർഘദൂരം നീന്താനുമൊക്കെ പറ്റുന്ന തരത്തിലാണ് ഇവയുടെ ശരീരഘടന. വീതി കുറഞ്ഞ് നീളം കൂടിയ ചിറകിന് സമാനമായി കാണപ്പെടുന്ന മുൻകാലുകളാണ് കടലാമകളെ അനായാസം നീന്താൻ സഹായിക്കുന്നത്. ചെറിയ പിൻകാലുകൊണ്ട് ദിശ നിയന്ത്രിക്കാനുമാകും. ഫ്ലിപ്പറുകൾ എന്നാണ് കടലാമകളുടെ മുൻ പിൻകാലുകളെ വിളിക്കുക. പലയിടത്തും ഉറച്ച ഗ്രിപ്പ് കിട്ടാനും തീരദേശത്തും പാറമുകളിലേക്കുമൊക്കെ പിടിച്ചു കയറാനും മറ്റും ഇവയെ സഹായിക്കുന്നത് ഇതേ ഫ്ലിപ്പറുകൾക്ക് മുന്നിലെ നീണ്ട നഖങ്ങളാണ്. വെള്ളത്തിനടിയിലാണ് ഇവയുടെ ഉറക്കവും വിശ്രമവും. എന്നാൽ ഇടയ്ക്ക് ശ്വാസമെടുക്കാനായി ഇവ ജലോപരിതലത്തിലേക്ക് പൊങ്ങിവരും. ഒരു തവണ ശ്വാസമെടുത്താൽ 5 മണിക്കൂർ വരെ ഇവയ്ക്ക് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനാകും. മണം പിടിക്കുന്നതിൽ വലിയ വിരുതുണ്ട് കടലാമകൾക്ക്. ചെറുതായി വായു തുറന്ന് വെള്ളം അകത്തു കയറ്റി പുറത്തു വിട്ടാണ് ഇവ ഗന്ധങ്ങൾ തിരിച്ചറിയുക. അതാണ് കടലാമ. അതേസമയം സംസ്ഥാനം ആവശ്യപ്പെട്ട വൻകിട പദ്ധതികൾ ഒഴിവാക്കി കേന്ദ്ര ബജറ്റിൽ ആമ സംരക്ഷണത്തിനായി കേരളത്തിന് പദ്ധതി വകയിരുത്തിയത് വിമർശനവും ട്രോളുകളുമായി മാറുമ്പോൾ ബജറ്റ് നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുകയാണ് കോഴിക്കോട് പയ്യോളി കോളാടിപ്പാടത്തെ നാട്ടുകാർ. കടലാമ സംരക്ഷണത്തെക്കുറിച്ച് സർക്കാരുകൾ ആലോചിക്കും മുൻപ് തന്നെ സ്വന്തം നിലയിൽ മുട്ട വിരിയിച്ച് ആയിരക്കണക്കിന് ആമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് അയച്ചവരാണ് തീരസംരക്ഷണ സേനാംഗങ്ങൾ. ഫണ്ട് അപര്യാപ്തതയെ തുടർന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ആമ സംരക്ഷണം മന്ദഗതിയിലാണ്. കേരളത്തിൽ അനുവദിച്ച പദ്ധതി കോളാടിപ്പാടത്തിന് തന്നെ ലഭിക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. കടലാമ സംരക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് പണം അനുവദിച്ച കേന്ദ്ര നടപടിയിൽ വലിയ ട്രോളും വിമർശനവും മറ്റു പരിഹാസവും ഒക്കെ സമൂഹമാധ്യമങ്ങളിൽ നിറയുമ്പോൾ ഇതിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരുപറ്റം ആളുകൾക്കൊപ്പമാണ് നമുക്കുള്ളത്. കോഴിക്കോട് ജില്ലയിലെ കൊളാവിപ്പാലം ബീച്ചിൽ കുറച്ച് വർഷങ്ങളായി തന്നെ ഏതാണ്ട് 3 പതിറ്റാണ്ടായി ഇത്തരത്തിൽ കടലാമകളുടെ പ്രജനനം നടത്തുകയും അവരെ തിരിച്ച് കടലിലേക്ക് അയക്കുകയും ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്ന ആളുകളാണ് ഉള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഒരുപാട് നാളുകളായി നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയാണല്ലേ, അതാണിപ്പോൾ ഒരു കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം വന്നിരിക്കുന്നു, ഒരു കടലാമ സംരക്ഷണ കേന്ദ്രം കേരളത്തിൽ വേണം, അതിനായി പണം അനുവദിച്ചിരിക്കുന്നു. എങ്ങനെ ഈ തീരുമാനത്തെ നിങ്ങൾ നോക്കിക്കാണുന്നു? കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കടലാമ സംരക്ഷണ കേന്ദ്രത്തിന് അനുവദിക്കുകയാണെങ്കിൽ മുമ്പത്തെ പോലെ വളരെ ഊർജ്ജസ്വലമായി ഞങ്ങൾക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ഒരു കാലത്ത് 100 കണക്കിന് കടലാമകൾ ഇവിടെ
കൂടുകൂട്ടാനെത്തിയിരുന്നു. സീവാളിന് പുറത്ത് മണലില്ലാത്തതുകൊണ്ടും കടലിലെ മറ്റ് ഫിഷിംഗ് ഗിയറുകളിലുള്ള പ്രവർത്തനങ്ങളുടെ തകരാറ് കൊണ്ടാണ് കടലാമകൾ കൂടുതൽ വംശനാശത്തിൻ്റെ വക്കിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളെ പ്രവർത്തനം ആ വക കാര്യങ്ങളിൽ ബോധവൽക്കരണ പ്രവർത്തനത്തിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങളൊരു പ്രകൃതി സംരക്ഷണ സമിതിയല്ലേ, എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം? ഈ എന്തുകൊണ്ട് കടലാമകളെ ഇങ്ങനെ കൊണ്ടുവരണം, വിരിയിച്ച് കടലിലേക്ക് വിടണം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ നാട്ടുകാർ എത്തിയത് എന്തുകൊണ്ടാണ്? വംശനാശം സംഭവിക്കുന്ന ഒരു ജീവി എന്നുള്ള ഒരു ബോധത്തോടു കൂടിയാണ് ഞങ്ങൾ 92 മുതൽ കടലാമ സംരക്ഷണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. ഈ കെട്ടിടമൊക്കെ സജ്ജീകരണങ്ങൾക്ക് നിങ്ങൾ ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്? 98 മുതൽ ഫോറസ്റ്റിന്റെ സഹായം ഉണ്ടായി. ഡെയിലി വേസ് കിട്ടിയ ആ പൈസ ഞങ്ങളെടുത്ത് അതിൽ നിന്ന് മിച്ചം വെച്ച പൈസ കൊണ്ട് ഈ സ്ഥലം വാങ്ങി കെട്ടിടം ഉണ്ടാക്കി. പിന്നീട് എന്ത് സംഭവിച്ചു? ഇപ്പം അത്ര സജീവമല്ല, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത്ര സജീവമല്ലേ? ഇപ്പോൾ ഫണ്ട് കൃത്യമായിട്ട് കിട്ടുന്നുമില്ല. പിന്നെ എല്ലാ വ്യക്തികളും ബാധ്യതയും ആയി. അങ്ങനെ എത്ര വരെയൊക്കെ ആമോളെ നിങ്ങൾ കടലിലേക്ക് വിട്ടിട്ടുണ്ട് ഓരോ വർഷങ്ങളിലും? ഇതുവരെ 60,000-ഓളം ആമക്കുഞ്ഞുങ്ങളെ ഞങ്ങൾ വിരിയിച്ച് കടലിലേക്ക് വിട്ടു. ഈ അടുത്ത കാലത്ത് എണ്ണം കഴിഞ്ഞ വർഷം 256 മുട്ടയാണ്, 2 ആമയുടെ 256 മുട്ട. അതിൽ 76 കുഞ്ഞുങ്ങളെ കടലിൽ. ഇപ്പോൾ അകത്തൊരു ആമ കിടപ്പുണ്ടല്ലേ, അത് ഒരെണ്ണം മാത്രം ഇപ്പോൾ ഉള്ളോ? അത് എവിടുന്ന് എങ്ങനെയാണ്? ആദ്യമായി ഇങ്ങനൊരു ഫണ്ട് അനുവദിച്ച കേന്ദ്രമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമന് അഭിനന്ദനം നൽകുകയാണ്. അതിലൊരു ആമയുണ്ട്, പക്ഷേ അത് ഇടത് ഭാഗത്തെ കൈയും കാലും ഇല്ല. അപ്പം അത് ശരിക്കും കൊളായപ്പാലത്തുള്ള ഈ കടലാമ സംരക്ഷണ കേന്ദ്രം ഒരു റെസ്ക്യൂ സെൻ്ററായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ഇതുവരെ ഇത്തരം ഒരു സംവിധാനം ഇവിടെ ഇല്ല. അപ്പോൾ ചികിത്സയ്ക്ക് വരുന്ന ആമകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ വേറെ ഇടന്ന് കിട്ടിയാൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, സംവിധാനം ഉണ്ടെങ്കിൽ, സാമ്പത്തികമാണ് എല്ലാവരും പ്രശ്നം, സംവിധാനം ഉണ്ടെങ്കിൽ പഴയ പോലെ തന്നെ വളരെ സജീവമായിട്ട് കടലാമകളെ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നാട്ടുകാർ, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പല്ല, ഈ നാട്ടുകാർ തയ്യാറാണ്. കാരണം ഇപ്പം അങ്ങനെയാണ് വർഷങ്ങളായിട്ട് നടക്കുന്നത്. എന്താ വെച്ചാൽ പയ്യോളി മുതൽ കാപ്പാട് വരെയുള്ള ആൾക്കാർ വരെ മുട്ട അഥവാ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചറിയിക്കും. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി മുട്ട കലറ്റുകയും ഇവിടെ ഹാച്ചറിയിൽ വെച്ച് വിരിയിക്കും. ഇനിയും ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളെ തലമുറ അവസാനിക്കുന്നവരെ. നിങ്ങളൊരു വലിയ ആവേശപൂർവ്വം ഇത് ചെയ്തിരുന്നല്ലേ? ഈ ഓരോ തവണയും മുട്ട വിരിയിച്ച് പുറത്തേക്ക് അല്ലെങ്കിൽ കടലിലേക്ക് വിടുമ്പോൾ ഒരു വലിയൊരു സന്തോഷമായിരുന്നല്ലേ? കടലിലേക്ക് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ കടലിലേക്ക് വിടുമ്പോൾ ഈ മൊത്തം പ്രദേശത്തുള്ള ആൾക്കാരുണ്ടാവും. കാരണം അതൊരു ആവേശമാണ്. കാരണം പണ്ട് മുട്ടകൾ തിന്നിരുന്ന ആൾക്കാരാണ്. അപ്പം അത് ഒരു 5-8 കൊല്ലം ഞങ്ങൾ അവയർനെസ് പ്രോഗ്രാം നടത്തിയിട്ട് ഇത് എന്തുകൊണ്ട് സംരക്ഷിക്കണം എന്നത് ഞങ്ങൾ അവരെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു ആവേശമാണിത്. നിങ്ങൾ എങ്ങനെയാണ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയത്? എങ്ങനെയാണ് ബിൽഡിംഗ് ഉണ്ടാക്കിയത്? പിന്നെ ഞങ്ങളെ ഡെയിലി വേജസിന്റെ ഫണ്ട് വേറെ ഒന്നിനും ഉപയോഗിക്കുന്നില്ല, ഞങ്ങൾ വ്യക്തിപരമായിട്ട് ആരും എടുക്കുന്നില്ല. അപ്പോൾ ആ പൈസ കളക്ട് ചെയ്ത് വെച്ചിട്ട് ബിൽഡിംഗ് ഉണ്ട്, മുമ്പിലുള്ള സ്ഥലമുണ്ട്, ഹാച്ചറി ഉണ്ട്, എല്ലാം ഞങ്ങൾ വാങ്ങിയത് സ്വന്തം ഈ തീരത്തിന്റെ പൈസ കൊണ്ട് മാത്രം. ഇതിന്റെ പേര് തീരം നേച്ചർ കൺസർവേഷൻ സൊസൈറ്റി, രജിസ്റ്റേർഡ് സൊസൈറ്റി. ഇത് വനംവകുപ്പ് പിന്നീട് അംഗീകരിച്ചല്ലേ? വനംവകുപ്പിന്റെ സഹായമൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ ഒരു സഹകരണം ഉണ്ടായി. വനംവകുപ്പ് 98 മുതലാണ് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ തുടങ്ങിയത്. 92 മുതൽ ഡൊമസ്റ്റിക് ആയിട്ട് ഹാച്ചറി ഉണ്ടാക്കി ഞങ്ങൾ അതിന്റെ അടുത്ത് തന്നെ കിടന്നുറങ്ങുകയും ചെയ്താ. കാരണം ഞങ്ങളെല്ലാം ഫിഷർമാൻ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങൾ അന്നേ കടപ്പുറം കിടന്നുറങ്ങുന്ന ആൾക്കാരല്ലേ. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. അപ്പം അങ്ങനെ ഒരു തുടങ്ങി നോക്കി എന്താ പറ്റുക എന്നുള്ളത് നോക്കുന്നേരം വളരെ ഗംഭീര. പക്ഷെ അന്ന് തുടങ്ങുമ്പോൾ ഇത്ര ഒരു ഗൗരവമുള്ളതെന്ന് കാണാൻ അറിയില്ല. നിങ്ങളൊക്കെ അത്ര വലിയ പ്രായമുള്ള സമയത്തല്ലേ തുടങ്ങിയതല്ലേ? ഒരു ചെറുപ്പക്കാരെ നിൽക്കുന്ന സമയത്തായിരിക്കും ഇത് ആരംഭിച്ചത് അല്ലേ? അതെ, നമ്മളെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയത് 1992 തുടങ്ങിയ സ്ഥാപനം അത്. അന്ന് നമ്മളൊരു ആവേശത്തിന് ചെയ്ത് പിന്നെ അത് തുടർന്ന് പോയി എന്നുള്ളു. ഈ ചെയ്യുന്തോറും ആവേശം കൂടിയായിരിക്കും. ഓരോ തവണ കടലിലേക്ക് ആമകളെ വിടുമ്പോൾ കുറേ കുട്ടികളെല്ലാം സ്കൂൾ കുട്ടികളെല്ലാം ഇവിടെ ഇത് കാണാൻ വരും. അപ്പം പിന്നെ നമുക്ക് ആവേശം കൂടുമല്ലോ. ഒരു ദിവസം 10 സ്കൂളിലെ കുട്ടികളടക്കം ഇവിടെ വന്ന് ഇതെല്ലാം കണ്ടുപോയതാണ്. അത്രയും ആളുകൾ എത്താറുണ്ടായിരുന്നു? അത്രയും ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോഴും ഈ സ്ഥലം എന്ന് പറഞ്ഞ ആളുകളുടെ മനസ്സിൽ ആമ നമ്മുടെ ഈ കുളായിപ്പാലം എന്ന് പറയുന്നത് ആദ്യം എല്ലാവരും ഓർമ്മയിൽ വരുന്നത് പിന്നെ ഈ കടലാമ സംരക്ഷണ കേന്ദ്രമാണ്. പക്ഷെ ഇപ്പോൾ ചെറിയൊരു മന്തി വെച്ചാണ് പോകുന്നത്. ഫണ്ടില്ല, പിന്നെ ഓരോരുത്തർക്കും ഓരോ ബാധ്യതയായി കാര്യമായിട്ട് ഫണ്ടില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഈ തീരുമാനം വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു ഊർജ്ജമായി കാണും പെട്ടെന്നല്ലേ? ഈ കടലാമ സംരക്ഷണത്തെ പറ്റി ഒരു കേന്ദ്ര സർക്കാർ തന്നെ പറയും. അതെ, തീർച്ചയായും. പിന്നെ ഈ ഭാഗത്ത് കുളായിപ്പാലത്ത് ഒരു പുളിമൂട്ടിന്റെ കുറെ കാലമായിട്ട് ജനങ്ങൾ ഇവിടുത്തെ മൊത്തത്തിൽ ഇങ്ങനെ
പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അതിന് യാതൊരു പഠനം നടത്തുന്നുണ്ട് എന്നല്ലാണ്ട് ഒന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല. വാർഡ് കൗൺസിലറാണല്ലേ, BJP കൗൺസിലറാണ്. ഇങ്ങനൊരു തീരുമാനം കേന്ദ്രത്തിന്റെ വന്നപ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം ഇങ്ങനെ ഒരു ഇത് കേട്ടപ്പോൾ തന്നെ ഇപ്പോൾ മനസ്സിലോടി വന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ ആവേശം. കൊളായിപ്പാലത്തെ ജനങ്ങളെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 6 വർഷമായിട്ടുണ്ട് കൗൺസിലർ, 6ാമത്തെ വർഷമാണ് കൗൺസിലർ, തുടർച്ചയായിട്ട് 6ാമത്തെ വർഷമാണ്. അപ്പോൾ ഞാൻ കണ്ടെടുത്തോളം ഇവരെ ഈ ആവേശം എന്ന് പറഞ്ഞാൽ മുട്ട എടുത്ത് അതിനെ വിരിയിച്ച് കടലിലേക്ക് വിടുന്നത്. ഈ പ്രദേശത്തുള്ള ജനങ്ങളൊക്കെ വന്ന് ഒരു സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ കല്യാണത്തിന് ചെറുക്കൻ വീട്ടുകാരോട് കൂടെ പോകുന്ന പോലെ ഇവിടെ കടലിലേക്ക് അയച്ചു വിടുന്നത്. ഇപ്പം ഇവർ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി അവർ മുമ്പുള്ള ആവേശം എന്തായിരുന്നു എന്നുള്ളത്. ഉറപ്പായിട്ടും ഇവിടെ ഈ കൊളായിപ്പാലത്ത് ഫണ്ട് അനുവദിക്കുകയാണെങ്കിൽ ഈ പ്രദേശത്തുള്ള ജനത മൊത്തം ഒറ്റക്കെട്ടായി നിന്ന് ഈ ആമ വളർത്തു സംരക്ഷണം നല്ല ഒരു ലോകം അറിയുന്ന ഒരു വിനോദ കേന്ദ്രമാക്കും. അതിലൊരു സംശയവും വേണ്ട, നല്ലൊരു രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. ഇതിപ്പോൾ എണ്ണം വല്ലാതെ കുറയുന്നുണ്ടല്ലേ ആമകളുടെ? എന്താണ് അതിന്റെ പ്രധാന കാരണം? എന്താണ് ഈ മുൻ വർഷങ്ങളിലെ പോലെ വരാത്തത്, ഈ മുട്ടകൾ ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ വർഷം 2 മുട്ടയാണ് ലഭിച്ചത് അല്ലേ? ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഒരു 30 മീറ്ററെങ്കിലും കടൽ ഭിത്തിക്ക് പുറത്ത് മണലുണ്ടായിരുന്നു. അപ്പോൾ അത് പാടെ നിന്നുപോയിരിക്കുകയാണ്, മണലില്ല. അതിൽ ഒരു മെയിനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അഴിമുഖത്ത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന അനധികൃതമായിട്ടുള്ള മണൽ ഖനനമാണ്. കടലിൻ്റെ ഒഴുക്കിനനുസരിച്ചിട്ട് മണൽ അഴിമുഖത്ത് വന്നു ചേരും. അത് മണൽ ഇവർ തോണിയിൽ കയറ്റി ലോറിയിൽ ആക്കി കൊണ്ടുപോകുന്നത്. അവരത് എടുക്കുന്നില്ലെങ്കിൽ തിരിച്ച് ആ മണൽ ഈ തീരത്ത് തന്നെ വരും. അത് കടലിൻ്റെ ഒരു സ്ഥിതിയാണ്. നമ്മളെ ഏറ്റവും വലിയ ഈ പ്രദേശത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു പുലിമുട്ട് പണിയാണ്. അഴിമുഖത്ത് ഒരു പുലിമുട്ട് പണിയാണെങ്കിൽ വലിയൊരു സാൻഡ് ബാങ്ക്സ് അവിടെ സൃഷ്ടിക്കപ്പെടും. അത് ഇവിടുത്തെ കടലാമസകൾക്ക് കയറാനും നിലവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടൽ തീരം ശോഷിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പോകാത്തൊരവസ്ഥയുണ്ട്. അപ്പം ഇവിടുത്തെ മൊത്തം ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായൊരു കാര്യമാണ് ഈ പുലിമുട്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി കടലാമ സംരക്ഷണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിക്കുമ്പോൾ ഈ പുലിമുട്ടിൻ്റെ കാര്യം കൂടി പരിഗണിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഇവിടെ തന്നെ ഇത് ലഭിച്ചേക്കും? കാരണം ഇത് വളരെ സജീവമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടം ഇവിടെയാണ് അല്ലേ? പുതിയതായി ഒന്നും വേണ്ട ഇവിടെ നല്ല പ്രതീക്ഷയാണ്. കാരണം പണ്ട് മുതലേ നമ്മൾ ചെറുപ്പത്തിലേ കാണുന്നതാണ്. ചെറുപ്പത്തിലെല്ലാം പിന്നെ ഒരുപാട് മീറ്ററുകൾ അപ്പുറമാണ് കടൽ ഉള്ളത്. അപ്പം മണ്ണിൻ്റെ ഇങ്ങനെ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് മണ്ണിങ്ങനെ പോകുന്നതിനെ കൊണ്ട് നശിച്ച് പോകാണ്. അപ്പോൾ ഒരു പുളിമുട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു രീതിയിലുള്ള വികസന പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കാം. എന്തായാലും കടലാമ സംരക്ഷണം ഒരു സാധാരണ കാര്യമല്ല, വലിയ ഒരു പാരിസ്ഥിതിക പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് എന്ന് തന്നെ ഇവർ പറയുന്നു. നിലവിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്, പക്ഷേ അതിന് സാമ്പത്തികമായ പരിമിതികളൊക്കെ ഒരുപാടുണ്ട്. മറ്റ് ഈ ജൈവപരമായ കാര്യങ്ങളുമൊക്കെ ഈ കടലാമകളുടെ വരവിനെ ബാധിക്കുന്നു. ഇതിനൊക്കെ ഒരു പരിഹാരമാവും. ഇക്കാര്യത്തിൽ ഒരു സമഗ്രമായ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ, എന്തായാലും അങ്ങനൊരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ തങ്ങളെ തന്നെ ആദ്യം സർക്കാരുകൾ പരിഗണിക്കുമെന്ന പ്രതീക്ഷയാണ് ഇവിടുത്തുകാർക്ക് ഉള്ളത്. ഇപ്പോൾ കോഴിക്കോട് കയ്യോളിയിലെ കോളാടിപ്പാലത്ത് നാട്ടുകാർ സന്തോഷത്തിലാണ്. കടലാമ സംരക്ഷണത്തിന് കേന്ദ്ര സർക്കാർ ഫണ്ടടക്കം അനുവദിച്ചതിൽ. കേരളമൊട്ടാകെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ട്രോളുകളും നടക്കുമ്പോൾ ഈ നാട്ടുകാർ വലിയ പ്രതീക്ഷയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വൻ പദ്ധതികളൊന്നും ലഭിക്കാത്തതിൽ വെട്ടിലായിരിക്കുകയാണ് സംസ്ഥാന BJP നേതൃത്വം. അതിവേഗ റെയിലും എയിംസും ഒക്കെ പ്രതീക്ഷിച്ചുവെങ്കിലും എല്ലാം അസ്ഥാനത്തായി. വികസിത കേരളമെന്ന മുദ്രാവാക്യം ഉയർത്തുന്ന സംസ്ഥാന BJP നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വോട്ടർമാരെ എന്തു പറഞ്ഞ് സമീപിക്കുമെന്ന ആശങ്കയിലാണ്. VV വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഒരുപാട് പദ്ധതികൾ പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ ഇന്നലെ ആ ബജറ്റ് പ്രഖ്യാപന സമയം വരെ. അതിവേഗ റെയിൽ, വിഴിഞ്ഞം, ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതീക്ഷകളുണ്ടായിരുന്നു. ഒപ്പം തലസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും BJP ഭരിക്കുന്ന ഒരു മേയർ അല്ലെങ്കിൽ കോർപ്പറേഷൻ വരുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. ഒരുപക്ഷെ ഇനിയും ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള പ്രതീക്ഷയാണ് BJP നേതാക്കൾ പങ്കുവെക്കുന്നത്. ഇപ്പോൾ എന്ത് പറഞ്ഞ് വിശദീകരിക്കാനാണ് അവർ പാടുപെടുന്നത്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം ബജറ്റ് പ്രഖ്യാപനം നടക്കുമ്പോൾ തന്നെ കേരളത്തിൽ BJP നേതൃത്വം ആ ബജറ്റ് പ്രസംഗം വീക്ഷിച്ചത് കൂട്ടമായിരുന്ന് ടെലിവിഷൻ മുന്നിൽ
മുന്നിലിരുന്ന് ഒരുമിച്ചിരുന്നത് വലിയ പ്രതീക്ഷയോടെ കാണുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതിൽ രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും അടക്കം വലിയ നേതൃത്വരെ ഉണ്ടായിരുന്നു. പക്ഷേ ബജറ്റ് പ്രഖ്യാപനം കഴിയുമ്പോൾ കേരളത്തിന് ഒന്നും കാര്യമായി ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ BJP നേതൃത്വം വെട്ടിലാകുന്ന സ്ഥിതി കൂടിയാണ്. കാരണം വികസിത കേരളം എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് BJP മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരം നഗരസഭയിലടക്കം അങ്ങനെ ഒരു വിജയം നേടാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ വലിയ പദ്ധതി പ്രഖ്യാപനങ്ങളൊന്നുമില്ല. എന്ത് വികസിത കേരളമാണ് BJP കൊണ്ടുവരുന്നതെന്ന ചോദ്യം ഒരു വശത്ത് ഉയരുന്നു. മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ട്രോളുകളാണ് വരുന്നത്. തേങ്ങയും ആമയും ആണ് കേരളത്തിന് കിട്ടിയത് എന്ന നിലയിൽ വലിയ ആക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെയൊക്കെ ചിത്രം വെച്ച് വലിയ വലിയ ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ ആകെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തിൽ അതിവേഗ റെയിൽപാത പ്രതീക്ഷിച്ചു, അതോടൊപ്പം തന്നെ എയിംസ് പ്രതീക്ഷിച്ചു. അങ്ങനെയുള്ള ബൃഹത് പദ്ധതികളാണ് കേരളത്തിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത്. ഇതൊക്കെ വരുമെന്ന വലിയ വെല്ലുവിളികളും നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ എയിംസ് എവിടെ എന്ന ചോദ്യമാണ് സുരേഷ് ഗോപിയോട് പ്രധാനമായും ഈ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചോദിക്കുന്നത്. അത്തരത്തിലുള്ള അദ്ദേഹത്തെ ട്രോളിക്കൊണ്ടുള്ള കാര്യങ്ങൾ വലിയ വ്യാപകമായി കഴിഞ്ഞ ദിവസവും ഇന്നുമായൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് ഇനി ആളുകളെ അഭിമുഖീകരിക്കുക എന്നത് വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. കാരണം പദ്ധതികളൊന്നുമില്ല. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭ ലഭിച്ച ശേഷം അവിടെ ബൃഹത് പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 45 ദിവസം കഴിയുമ്പോൾ അതിനകത്ത് പ്രധാനമന്ത്രിയെ ഇവിടേക്ക് കൊണ്ടുവരികയും അദ്ദേഹം പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്ന തരത്തിൽ വലിയ വ്യാഖ്യാനങ്ങളുണ്ടായി. പക്ഷേ ഒരു ബ്ലൂ പ്രിൻ്റ് അദ്ദേഹത്തിന് നൽകുമെന്ന് പറഞ്ഞിരുന്നു. അതും പൂർണ്ണമായി നൽകാൻ കഴിഞ്ഞിരുന്നില്ല. സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളുമായി ചർച്ച ചെയ്ത് മാത്രമേ അതിന് അന്തിമ രൂപം നൽകി അങ്ങനെ ഒരു രേഖ കൈമാറ്റം നടക്കാൻ സാധ്യതയുള്ളൂ എന്ന കാര്യം മേയർ തന്നെ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികളാണ്. അതിനിടയിലാണ് ഇത്തരമൊരു കാര്യം വരുന്നത്. അവിടെയും രഞ്ജിത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് ശ്രീധരൻ അതിവേഗ റെയിലിൻ്റെ ഓഫീസ് തുറക്കുകയാണ്. അങ്ങനെ ഒരു വൈരുദ്ധ്യം കൂടി നമ്മൾ ഇപ്പോൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം അതിവേഗ റെയിലിനെ കുറിച്ച് ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗത്തിൽ ഒരു പരാമർശവും ഉണ്ടായിരുന്നില്ല. സംസ്ഥാനമാകട്ടെ RRTSുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ്. സംസ്ഥാന ബജറ്റിൽ 100 കോടി രൂപ അങ്ങനെയുള്ള അതിവേഗ പാതയ്ക്കായി മാറ്റിവെക്കുകയും ചെയ്തു. ഇതിനെതിരെ തന്നെ ശ്രീധരൻ രംഗത്ത് വന്നിരുന്നു. കാരണം RRTS എന്നത് പ്രായോഗികമല്ല, അത് മെട്രോ സംവിധാനമാണ്. സംസ്ഥാനത്താകെ ഒരു മെട്രോ പാത എന്നത് ഒരിക്കലും പ്രായോഗികമായ കാര്യമല്ല, അത് വിഡ്ഢിത്തമാണെന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി താൻ സംസാരിച്ചിരുന്നു. അതിവേഗ റെയിൽപാതയ്ക്ക് കേന്ദ്രം പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. കേന്ദ്ര റെയിൽവേ മന്ത്രി തനിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നടപടിയുമായി താൻ മുന്നോട്ട് പോകുന്നുവെന്ന് ശ്രീധരൻ പറയുന്നു. പക്ഷേ വളരെ വിചിത്രമായൊരു കാര്യമാണ്, ബജറ്റിൽ അങ്ങനെ ഒരു പ്രഖ്യാപനമില്ല. റെയിൽവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ കേരളത്തിന് അങ്ങനെ ഒരു പാത അനുവദിച്ചിട്ടില്ല. അവിടെയാണ് ശ്രീധരൻ ഇന്ന് ഓഫീസ് തുറക്കാൻ പോകുന്നത്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ശ്രീധരനെ മുന്നിൽ നിർത്തി കേന്ദ്ര ഗവൺമെൻറ് കേരള ജനതയെ പറ്റിക്കുകയാണെന്നൊരു വാദമാണ് CPM ഉയർത്തുന്നത്. അങ്ങനെ ഒരു വാദം നിൽക്കുമ്പോൾ തന്നെ ബജറ്റിൽ പ്രത്യേകിച്ച് പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ അതിവേഗ പാതയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഇന്ന് ആ ഓഫീസിൻ്റെ ഉദ്ഘാടനം ശ്രീധരൻ നടത്തുകയും ചെയ്യും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും കാര്യങ്ങൾ ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള ഭഗീരഥ പ്രയത്നം അത് BJP നേതാക്കൾ നടത്തേണ്ടി വരും. കാരണം ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ BJP ഓഫീസുകളിൽ നേതാക്കളൊക്കെ പ്രവർത്തകരവ കൂടിയിരുന്നാണ് ബജറ്റ് പ്രഖ്യാപനം കണ്ടത്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും കേരളത്തിന് വലിയ നിരാശയായിരുന്നു ഫലം. മറ്റൊരു വാർത്ത, എപ്സ്റ്റീൻ ഫയൽ രേഖയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ഇസ്രായേൽ സന്ദർശനവും പരാമർശിക്കുന്നതായുള്ള ആരോപണത്തിൽ വിവാദം. പുറത്തുവന്ന ജൽപ്പനങ്ങളാണെന്നാണ് തള്ളിക്കളയുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. ഇന്ന് പാർലമെൻറ്റിൽ ഒരുപക്ഷെ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചേക്കാം എന്ന് വിവരമുണ്ട്. KP അഭിലാഷ് ഉണ്ട്. അഭിലാഷ്, എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുന്നുണ്ട് BJP എങ്കിൽ പോലും കോൺഗ്രസ് അത് വലിയ ആയുധമാക്കും പാർലമെൻറ്റിൽ, അല്ലേ? രഞ്ജിത്ത്, അമേരിക്കയെയും അതോടൊപ്പം തന്നെ മറ്റു പല ലോകരാഷ്ട്ര തലവന്മാരെയും ഒക്കെ പിടിച്ചുലച്ച എപ്സ്റ്റീൻ ഫയലിൽ ഇപ്പോൾ ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് വലിയ വിമർശനമായാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ എതിരാളികൾ പ്രയോജനപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നത്. ഇങ്ങനെ ഒരു ഫയലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരുകൂടി കടന്നു വന്നു എന്നത് രാജ്യത്തിന് തന്നെ നാണക്കേടാണ് എന്നാണ് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെ എല്ലാം തന്നെ BJPയും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയവും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്.
പുറത്തു വന്നത് ജൽപ്പനങ്ങൾ മാത്രമാണ് എന്നും അങ്ങേയറ്റം അവജ്ഞയോടുകൂടി തന്നെ ഈ ആരോപണങ്ങളെ തള്ളിക്കളയുന്നു എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ എപ്സ്റ്റീൻ ഫയലിൽ ഇടം പിടിച്ചിട്ടുള്ള പരാമർശം എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ചുവെന്നും അതോടൊപ്പം തന്നെ നിരവധിയായ ചർച്ചകളിൽ പങ്കെടുത്തു എന്നതുമാണ്. ഇത്തരത്തിൽ ഇസ്രായേൽ സന്ദർശിക്കുന്നത് തൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന നിലയിലുള്ള ഒരു ഫയൽ ആണ്, അല്ലെങ്കിൽ ഇമെയിലിൻ്റെ വിശദാംശങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മോദി തൻ്റെ ഉപദേശം സ്വീകരിച്ചു എന്നതാണ് ഈ ഇമെയിലിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. തൻ്റെ നിർദ്ദേശപ്രകാരമാണ് മോദി ഇസ്രായേലിൽ പോയത് എന്നും എപ്സ്റ്റീൻ വിവരിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിനു വേണ്ടിയാണ് ഇത്തരത്തിൽ നരേന്ദ്രമോദി ഇസ്രായേലിൽ സന്ദർശനം നടത്തിയത് എന്നും അതുകൊണ്ട് ഇന്ത്യക്കാണ് പ്രയോജനം ഉണ്ടായത് എന്നുമാണ് എപ്സ്റ്റീൻ ഫയലിൽ പറയുന്നത്. എന്നാൽ എന്ത് പ്രയോജനമാണ് ഉണ്ടായത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഫയലിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നില്ല. അമേരിക്കയിലും അതോടൊപ്പം തന്നെ മറ്റ് പല ലോകരാഷ്ട്രങ്ങളുമായി ഇന്ത്യ കൂടുതൽ ബന്ധം പുലർത്തിയിരുന്ന, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സമയത്തെ സന്ദർശനങ്ങളെ സംബന്ധിച്ച് രേഖകളും വിവരങ്ങളുമാണ് ഈ എപ്സ്റ്റീൻ ഫയലിൽ പുറത്തുവിടുന്നത് എങ്കിൽ പോലും ഇത്തരത്തിൽ എപ്സ്റ്റീൻ ഫയലിൽ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല ഇന്ത്യയുടെ നയകാര്യ വിവരങ്ങൾ തീരുമാനിക്കുന്നത് എന്നും അതുമാത്രവുമല്ല ഒരു ലൈംഗിക കുറ്റവാളി, കള്ളം മാത്രം പറയുന്ന ഒരു കുറ്റവാളിയുടെ വെളിപ്പെടുത്തലിനെ വിശ്വസിക്കാനാകുന്നില്ല എന്നും അത് അങ്ങേയറ്റം തള്ളിക്കളയേണ്ട ഒന്ന് എന്നുമാണ് ഇപ്പോൾ BJPയും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. നേരത്തെ ഇതിനു മുമ്പ് BJPയുടെ നേതാവ് കൂടിയായിട്ടുള്ള കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന ഹർദീപ് സിംഗ് പുരിയുടെ പേരും എപ്സ്റ്റീൻ ഫയലിൽ ഉൾപ്പെട്ടിരുന്നു. അതും BJPയെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം ആണ് സൃഷ്ടിച്ചിരുന്നത്. പ്രത്യേകിച്ച് ബിസിനസ് ശൃംഖല കെട്ടിപ്പടുക്കുന്നതിനും അതോടൊപ്പം തന്നെ നിക്ഷേപങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾക്കായി എപ്സ്റ്റീനെ ബന്ധപ്പെട്ടിരുന്നു ഹർദീപ് സിംഗ് പുരി എന്ന വെളിപ്പെടുത്തൽ ആണ് പുറത്തു വന്നിരുന്നത്. 2014 മുതൽ 2017 വരെയുള്ള കാലയളവിൽ ഇത്തരത്തിൽ 3 തവണ ഏതാണ്ട് 3 വർഷം പലപ്പോഴായി ഇത്തരത്തിൽ ബന്ധപ്പെട്ടിരുന്നു എന്നതാണ് എപ്സ്റ്റീൻ ഫയലിൽ പറയുന്നത്. എപ്സ്റ്റീൻ്റെ ന്യൂയോർക്കിലെ വസതിയിൽ ഹർദീപ് സിംഗ് പുരി എത്തുകയും അവിടെ വെച്ച് കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തു എന്ന് എപ്സ്റ്റീൻ ഫയലിൽ പറയുന്നുണ്ട്. സിലിക്കൺ വാലിയിലെ നിക്ഷേപകരുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ശ്രമങ്ങൾ ഉണ്ടായത്. അതിനുവേണ്ടി താൻ ഇടപെടുകയും ചെയ്തു എന്ന് എപ്സ്റ്റീൻ വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതേസമയം രഞ്ജിത്ത്, ഇതിൽ എടുത്തു പറയേണ്ടത് ഈ 2014-17 ജൂൺ വരെയുള്ള കാലയളവിൽ ഹർദീപ് സിംഗ് പുരി മന്ത്രിസഭയുടെ ഭാഗമായിരുന്നില്ല എന്നതാണ്. അതിനുശേഷം 2017 സെപ്റ്റംബറിൽ ആണ് ഹർദീപ് സിംഗ് പുരി ഈ മന്ത്രിസഭയിൽ, അതായത് നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ചുമതലയേൽക്കുകയും അങ്ങനെ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചുമതല ഏറ്റതിനു ശേഷം ഇന്ത്യയിലെ IT രംഗത്ത് ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നുവെന്നും അതായത് ഇന്ത്യയിലേക്ക് വൻതോതിൽ നിക്ഷേപം എത്തിക്കേണ്ടതുണ്ട് എന്നും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് സംസാരിച്ചത് എന്നതായിരുന്നു എപ്സ്റ്റീൻ ഫയലിൽ പറയുന്നത്. എന്നാൽ അഭിലാഷ്, ഏതായാലും ഇത് ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. BJP, കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്നതിനിടയിലും ബലൂചിസ്ഥാനിലെ സമാധാനം തകർക്കുന്നതിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന പാകിസ്ഥാൻ ആരോപണം തള്ളി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. പാകിസ്ഥാൻ ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്നും സ്വന്തം ആഭ്യന്തര പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പാകിസ്ഥാന്റെ ശ്രമമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. പാക് സൈന്യവും വിമതരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 40 മണിക്കൂറിനിടെ 145 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, പാകിസ്ഥാന്റെ ഉള്ളിലെ ആഭ്യന്തര സംഘർഷം അത് മൂർച്ഛിക്കുകയാണ്. വിമത ശബ്ദം വല്ലാതെ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. നേരത്തെ നമുക്കറിയാം ബലൂജ് ആർമി നേരത്തെ അവിടെ അത് ശക്തി പ്രാപിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം? ഇന്ത്യയുടെ മേൽ പഴിചാരി ഈ വിഷയത്തെ ലഘൂകരിക്കാനാണോ ശ്രമം? പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് ഇന്ത്യക്ക് നേരെ വലിയ വിമർശനം ഉന്നയിക്കുന്നത്. പാകിസ്ഥാനിലെ വിഘടനവാദികൾക്ക് വെള്ളവും വളവും നൽകുന്നത് ഇന്ത്യ ആണ് എന്നും അങ്ങനെ ഇന്ത്യ പാകിസ്ഥാനിലെ തീവ്രവാദത്തെ വളർത്തുകയാണ് എന്നുമാണ് ഖ്വാജ ആസിഫിൻ്റെ പ്രതികരണം ഉണ്ടായത്. ഇതിനാണ് ഇന്ത്യ അതിരൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം ആഭ്യന്തര പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത് എന്നും പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മാത്രമല്ല
ഒട്ടേറെ വിമത സംഘടനകൾ ഉണ്ട് എന്നും പതിറ്റാണ്ടുകളായി ഈ ബലൂചിസ്ഥാനിലെ വിമതർ ആ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയാണ് ചെയ്യുന്നത് എന്നും അതിനെയാണ് ഇന്ത്യയാണ് തീവ്രവാദം വളർത്തുന്നത് എന്ന തരത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തെറ്റായ വിവരങ്ങൾ പങ്കുവെക്കുന്നത് എന്നതാണ് ഇന്ത്യയുടെ വിമർശനം. അടിച്ചമർത്തൽ, ക്രൂരത, മനുഷ്യാവകാശ ലംഘനം എന്നിവയുടെ ചരിത്രം എല്ലാവർക്കും അറിയാം എന്നുമാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പാകിസ്ഥാന് മറുപടിയായി നൽകിയിരുന്നത്. അതേസമയം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ ലിബറേഷൻ ആർമിയും പാക് സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. കൊറ്റ, ഗോദ്വാർ, മസ്തങ്, നോഷ്കി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആണ് ഈ ഏറ്റുമുട്ടൽ അതിരൂക്ഷമായി തുടരുന്നത്. കഴിഞ്ഞ 40 മണിക്കൂറിനിടെ 140 പേരെ വധിക്കാൻ സാധിച്ചു എന്നതാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ അവകാശവാദം. എന്നാൽ സാധാരണക്കാരായ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും പാക് സൈന്യത്തിന് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും പാക് സൈനികർ ഉൾപ്പെടെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ലിബറേഷൻ ആർമിയുടെ വക്താവ് വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വ്യത്യസ്തമായ ഓപ്പറേഷനുകളിലൂടെ 41 വിമതരെ വധിച്ചതായി സൈന്യം അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ആയിരുന്നു ഓപ്പറേഷൻ ഹെറോഫിന്റെ 2ാം ഘട്ടം ആരംഭിച്ചതായി ലിബറേഷൻ ആർമി വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബലൂചിസ്ഥാനിലെ നിരവധി വിമത സംഘടനകളിൽ ഒന്ന് മാത്രമാണ് ലിബറേഷൻ ആർമി എന്നത്. ഈ ലിബറേഷൻ ആർമിയാണ് ഇപ്പോൾ ഏറ്റുമുട്ടലിലേക്ക് കടന്നിട്ടുള്ളത്. പാക് സൈന്യത്തിന് നേരെയാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. അതിൽ തന്നെ നോഷ്കിയിലെ സൈനിക കേന്ദ്രം, അത് ഈ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അതായത് ബലൂചിസ്ഥാൻ ആർമികളെ ഉൾപ്പെടെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൈനിക കേന്ദ്രമാണ്. എന്നാൽ ഈ സൈനിക കേന്ദ്രം തങ്ങൾ പിടിച്ചെടുത്തു എന്നാണ് ബലൂച്ച് വക്താവ് ജിയാൻറ്റ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പാക് സൈന്യം അനധികൃതമായി ജയിലിൽ പാർപ്പിച്ചിരുന്ന 30 തടവുകാരെ മോചിപ്പിക്കുകയും പാക് സൈന്യത്തിന്റെ തോക്കുകളും മറ്റു വെടിക്കോപ്പുകളും പിടിച്ചെടുക്കുകയും ഒരു പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നിയന്ത്രണത്തിൽ ആണ് എന്നും ബലൂചിസ്ഥാൻ അവകാശപ്പെടുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രതിസന്ധിയിലായിട്ടുള്ളത് കൊറ്റയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നു. ഈ കൊറ്റ എന്നത് ഒരു നഗരപ്രദേശത്തിന് തുല്യമായ ഒരു ഇടമാണ്. പക്ഷേ ഇതാ ദൃശ്യങ്ങൾ നോക്കൂ, അവിടെ ഇപ്പോൾ ഒരു ഹർത്താലിന് സമാനമായ അന്തരീക്ഷം ആണ് ഉള്ളത്. കടകമ്പോളങ്ങൾ ഒന്നും തന്നെ തുറന്നു പ്രവർത്തിക്കുന്നില്ല, ആളുകൾ പുറത്തിറങ്ങുന്നില്ല. അതായത് കൊറ്റയിലെ ജനങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങിയാൽ തിരിച്ച് വീട്ടിൽ എത്താമെന്ന് ഒരു ഉറപ്പുമില്ല. അത്തരത്തിലുള്ള വലിയ സ്ഫോടന ശബ്ദങ്ങളാണ് കൊറ്റയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് എന്നതാണ്. അപ്പോൾ കൊറ്റ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ലിബറേഷൻ ആർമിയും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സൈന്യവും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നതാണ് വിവരം. ആരും പുറത്തിറങ്ങാത്ത ഒരു സാഹചര്യം കൂടി ആണ് ഉള്ളത്. എന്തായാലും വിമതരും അതോടൊപ്പം തന്നെ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ വിമതരെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും കൊറ്റ ഉൾപ്പെടെ ബലൂചിസ്ഥാൻ വിമതർ കൈയടക്കിയിട്ടുള്ള ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കും എന്നുമാണ് പാകിസ്ഥാൻ സൈന്യം ഇപ്പോഴും അവകാശപ്പെടുന്നത്. ബലൂചിസ്ഥാൻ എന്നത് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഭൂപ്രദേശവും പ്രവിശ്യയുമാണ്. ധാതു സമ്പുഷ്ടമായ ഈ ബലൂചിസ്ഥാന്റെ നിയന്ത്രണം പാകിസ്ഥാൻ സർക്കാരിനല്ല ഉള്ളത്, മറിച്ച് അവിടുത്തെ വിമത സംഘടനകൾക്കാണ്. അമേരിക്കയടക്കം കണ്ണുനട്ടിരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ബലൂചിസ്ഥാൻ എന്നത്. കാരണം അതിന് കാരണമായിട്ടുള്ളത് അവിടുത്തെ ഈ ധാതു സമ്പുഷ്ടി തന്നെയാണ്. അവിടെ കൈയടക്കുന്നതിനോ അവിടുത്തെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനോ കാലങ്ങളായി പാകിസ്ഥാന് ഭരണകൂടത്തിന് സാധിക്കുന്നില്ല. അത് ഇപ്പോഴും സാധിക്കുന്നില്ല. മറിച്ച് അവിടെ സ്വതന്ത്രമായ ഒരു രാജ്യമായി ബലൂചിസ്ഥാനെ മാറ്റണമെന്നും അവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ടാകണമെന്നുമാണ് വിമതരുടെ ആവശ്യം. ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാകാൻ സൈന്യത്തോട് ആഹ്വാനം ചെയ്ത ഇറാൻ അമേരിക്കയുടെ എല്ലാ നീക്കങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇറാൻ. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലുമായി നടന്ന 12 ദിവസത്തെ യുദ്ധത്തേക്കാൾ ഇറാൻ സർവ്വസജ്ജമാണെന്ന് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഡെപ്യൂട്ടി കമാൻഡർ അഹമ്മദ് വാഹിദി അറിയിച്ചു. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് പ്രകോപനത്തിനും ശക്തമായ തിരിച്ചു നൽകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ادعا میکنه ولی ما نام آوردیم و چه کردیم. به نظر من ملت ایران رو از این چیزا نباید ترسون. ملت ایران تحت تأثیر این حرفا قرار نمیگیره، از برخورد حق نمیهراسه. ما شروع کننده نیستیم، ما به کسی ظلم نمیخوایم بکنیم، به کشوری حمله نمیخوایم بکنیم، اما در مقابل اون کسی که طمع داشته باشه حمله بخواد بکنه، اذیت بکنه، ملت ایران مشت محکمی به او خواهد زد. این را هم آمریکایی‌ها بدونن که اگر این دفعه جنگی را بندازن، این جنگ منطقه‌ای خواهد بود.
മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ഇറാനിലെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ചർച്ചകൾ തുടരുന്നുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും ആവർത്തിക്കുന്നത്. But I hope they negotiate something that's acceptable. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഇറാൻ കുറച്ചുകൂടി സജ്ജമാണെന്ന് കരുതാം ഈ ഘട്ടത്തിൽ. പക്ഷേ അപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും ഈ ആക്രമണത്തിൽ നിന്ന് ഒരു ചെറിയൊരു പിന്നോട്ട് പോക്ക് നടത്തുന്നുണ്ട്. ഇസ്രായേലിന്റെ സമ്മർദ്ദമുണ്ട് ഈ വിഷയത്തിലെന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരം? അമേരിക്ക കാര്യങ്ങൾ കടുപ്പിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ തന്നെ അതിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇസ്രായേൽ പലസ്തീൻ ഏറ്റുമുട്ടൽ ആരംഭിച്ച ശേഷം വീണ്ടും പശ്ചിമേഷ്യ സംഘർഷത്തിലേക്ക് മാറുന്നു. പ്രത്യേകിച്ച് അമേരിക്ക ഇറാന് മേൽ അധീശത്വം സ്ഥാപിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ കപ്പൽ പട ഇറാന് സമീപം നിലയുറപ്പിച്ചിരിക്കുകയാണ്. എബ്രഹാം ലിങ്കൺ എന്ന വിമാന വാഹിനി കപ്പൽ ഉൾപ്പെടെയുള്ള കപ്പൽ വ്യൂഹമാണ് അങ്ങനെ ഇറാന് സമീപം നിലയുറപ്പിച്ചിരിക്കുന്നത്. ഏത് സമയവും ഒരു യുദ്ധാന്തരീക്ഷം അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാമെന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഇറാനാകട്ടെ അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുന്നില്ല. അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ഇത്തരത്തിൽ യുദ്ധമുണ്ടായാൽ അങ്ങനെ ഒരു അറബ് മേഖല മൊത്തത്തിൽ യുദ്ധത്തിൽ ഉൾപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും എന്ന ഒരു കാര്യമാണ് ഖമേനി പറയുന്നത്. ഇറാൻ്റെ പരമോന്നത സ്ഥാനത്തുള്ള നേതാവാണ് ഖമേനി. ഖമേനിയെ പിടികൂടാനുള്ള നീക്കം അമേരിക്കയുടെ ഭാഗത്തുണ്ടാകുമെന്ന ചില സൂചനകൾ പുറത്തു വരുന്നു. ഇങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ടും ചില നീക്കങ്ങൾ അമേരിക്ക നടത്തുന്നുണ്ട്. നേരത്തെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിയിരുന്നു. അത് കുറയ്ക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. അതിന് വഴങ്ങാത്തതിനെ തുടർന്നാണ് താരിഫിൽ വലിയ വർധന ഉണ്ടാക്കിയത്. ഇപ്പോൾ അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങണമെന്നതായിരുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ കുറച്ചതോടുകൂടി തന്നെ ഇറാനിൽ നിന്ന് കൂടുതലായി എണ്ണ വാങ്ങുന്ന നിലയിലേക്ക് ഇന്ത്യ മാറിയിരുന്നു. അത് സ്വാഭാവികമായും അമേരിക്കയെ അലോസരപ്പെടുത്തുന്ന കാര്യമാണ്. വെനസ്വേലൻ പ്രസിഡന്റിനെ തടങ്കലിലേക്ക് മാറ്റുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായി. അമേരിക്ക അദ്ദേഹത്തെ പിടികൂടുന്ന ഒരു നിലയുണ്ടായി. ഇപ്പോൾ വെനസ്വേലയുടെ പൂർണ്ണമായ നിയന്ത്രണം അമേരിക്കയുടെ കൈകളിലാണ്. അമേരിക്ക താല്പര്യപ്പെടുന്ന പ്രകാരമാണ് വെനസ്വേലയിൽ ഭരണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇനി എണ്ണ ഇറക്കുമതി ചെയ്യേണ്ടത് വെനസ്വേലയിൽ നിന്ന് ആവണം എന്നൊരു നിർദ്ദേശം അമേരിക്ക വെച്ചിട്ടുണ്ട്. ഇന്ത്യ ഇതുവരെ അതിനോട് പ്രതികരിച്ചിട്ടില്ല. ഈ തരത്തിൽ ആഗോളതലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നയതന്ത്രപരമായി ചില തീരുമാനങ്ങൾ വേണ്ടിവരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മാത്രമല്ല ഇറാനാകട്ടെ അവർ സൈനിക അഭ്യാസം നടത്താനുള്ള തീരുമാനത്തിലാണ്. മാത്രമല്ല ഇറാന് സമീപത്തെ കടലിടുക്കിലൂടെയാണ് ലോകത്തിൽ 1/5 എണ്ണയുടെ കയറ്റുമതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സഞ്ചാരം നടക്കുന്നു. അതിൻ്റെ വാണിജ്യപരമായ യാത്രകൾ നടക്കുന്ന ആ പാതയിൽ ഒരുപക്ഷെ സംഘർഷമുണ്ടായാൽ അത് ലോകത്ത് എണ്ണ വിപണിയിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇതെല്ലാം തന്നെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. ഏതായിരുന്നാലും ഖമേനിയുടെ ഏറ്റവും വലിയ മുന്നറിയിപ്പ് എന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു ആക്രമണമുണ്ടായാൽ അറബ് ലോകം ഒന്നടങ്കം യുദ്ധത്തിലേക്ക് പോകുന്ന നിലയുണ്ടാകും എന്നതാണ്. കഴിഞ്ഞ ജൂണിൽ ഇങ്ങനെ യുദ്ധം നടന്നിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ അങ്ങനെ ഒരു കാലാവസ്ഥ ഉരുത്തിരിയുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അതിന് തുടക്കമാകുന്നത് അല്ലെങ്കിൽ അതിന് വീണ്ടും ഒരു അടിസ്ഥാനമാകുന്നത് ഹമാസിനെ ഇറാൻ പിന്തുണയ്ക്കുന്നു എന്ന കാലങ്ങളായി അമേരിക്ക ആവർത്തിക്കുന്നൊരു കാര്യമാണ്. ഗസയിൽ നടക്കുന്ന ഇപ്പോഴത്തെ സംഘർഷങ്ങൾ അതിന് അടിസ്ഥാനവുമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി ഇസ്രായേൽ ഗസയിലേക്ക് വ്യോമാക്രമണം നടത്തിയിരുന്നു. ഏതാണ്ട് 100-ലധികം ആളുകൾ, കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അവിടെ റഫ അതിർത്തി തുറന്നിട്ടുണ്ട്. അത് തുറക്കുന്നതിന് തൊട്ട് മുൻപത്തെ ദിവസമാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നത്. വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായാണ് റഫ അതിർത്തി തുറക്കാനുള്ള തീരുമാനമുണ്ടായത്. അവിടെ നിന്ന് അതായത് പലസ്തീനികൾക്ക് ചികിത്സ തേടി ഇസ്രായേൽ അതിർത്തിയിലേക്ക് എത്തേണ്ട ആവശ്യകതയുണ്ട്. അങ്ങനെ ആളുകൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായാണ് അതിർത്തി തുറക്കാനുള്ള ധാരണ നേരത്തെ തന്നെ ഉണ്ടാക്കിയത്. അത് വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ധാരണയാണ്. ആ ധാരണ പൊളിക്കാൻ കാരണമായത് അല്ലെങ്കിൽ അങ്ങനെ പൊളിയാൻ കാരണമായത് ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണമാണെന്ന് ഇസ്രായേൽ വിശദീകരിക്കുന്നു. തുടർന്നുണ്ടായ പ്രത്യാക്രമണത്തിലാണ് ഇങ്ങനെ പലസ്തീനികൾ കൊല്ലപ്പെട്ടതെന്ന കാര്യവും ഇസ്രായേൽ വിശദീകരിക്കുന്നുണ്ട്. രഞ്ജിത്ത്, ശരി. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അടുത്ത ഘട്ട ചർച്ചകൾ മറ്റന്നാൾ നടക്കും.
അബുദാബിയിലാണ് ചർച്ച. ത്രികക്ഷി ചർച്ചയിൽ അമേരിക്കൻ പ്രതിനിധികളും പങ്കെടുക്കും. കിഴക്കൻ യുക്രൈൻ്റെ ഹൃദയഭാഗമായ ഡോൺബാസ് സംബന്ധിച്ചാണ് ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നത്. യുക്രൈനുള്ള സുരക്ഷാ ഗ്യാരണ്ടികൾ സംബന്ധിച്ച വ്യവസ്ഥകൾ തയ്യാറായി കഴിഞ്ഞു. വിനോദ് ചേരുന്നു. വിനോദ്, അവിടെയും ഒരു സമാധാനത്തിനുള്ള ലക്ഷണങ്ങളുണ്ട്. ചർച്ചകൾ ഒരുപക്ഷെ പുടിനെ കണ്ടേക്കാം യുക്രൈൻ പ്രസിഡന്റ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്ത് വന്നിരുന്ന നേരത്തെ തന്നെ. അവിടെ അമേരിക്കയാണ് മധ്യസ്ഥ ശ്രമം നടത്തുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത് പുടിനും സെലൻസ്കിയും ശാന്തത കൈവരിക്കണം, അല്ലെങ്കിൽ ഇരുവരും സമരസപ്പെട്ടു പോകണം എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പുടിനുമായി ട്രംപ് ചർച്ച നടത്തിയിരുന്നു. അതിൽ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് പ്രത്യേകിച്ച് ശൈത്യകാലം വരികയാണ്, അപ്പോൾ ചില നിയന്ത്രണങ്ങൾ വേണ്ടിവരും, അത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ പുടിൻ അത് സമ്മതിച്ചു എന്ന വിശദീകരണമാണ് പിന്നീട് ട്രംപ് നടത്തിയത്. സെലൻസ്കിയുമായും നേരത്തെ അമേരിക്ക ആശയവിനിമയം നടത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റന്നാൾ അബുദാബിയിൽ വെച്ച് വീണ്ടും സമാധാന ചർച്ചകൾ നടക്കുന്നത്. അതിൽ ഈ സെലൻസ്കിയുമായി നേരത്തെ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഉക്രൈനുള്ള ചില പരിരക്ഷകൾ, അതുമായി ബന്ധപ്പെട്ട ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. അക്കാര്യത്തിൽ റഷ്യയുടെ കൂടെ ഉറപ്പ് ലഭിക്കേണ്ടതുണ്ട്. അത് സംരക്ഷിക്കപ്പെടും എന്ന ഉറപ്പ് പ്രധാനമായും നൽകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഡോൺബാസ് പോലുള്ള പ്രദേശങ്ങൾ, അത് ഉക്രൈൻ്റെ നഗര ഹൃദയമാണ്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്. അങ്ങനെയുള്ള ഡോൺബാസ് പോലുള്ള പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ അത് ഉക്രൈനിൽ തന്നെ അവരുടെ പരമാധികാരം ഉറപ്പിച്ചു നിർത്തുന്ന തരത്തിലുള്ള ചർച്ചകൾക്കാണ് അമേരിക്ക മുൻകൈ എടുക്കുന്നത്. ഇതിൽ റഷ്യയുടെ അന്തിമമായ നിലപാട് നിർണായകമാണ്. ശൈത്യകാലമാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നു. നേരത്തെ നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ, ഇറാനുമായി ബന്ധപ്പെട്ട വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യ നേരത്തെ വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു. അത് റഷ്യയെ സഹായിക്കുന്നത് ഈ യുദ്ധം നിലയ്ക്കാതിരിക്കാനുള്ളൊരു കാരണമാകുന്നു എന്ന കുറ്റപ്പെടുത്തലാണ് ഇന്ത്യക്ക് നേരെ അമേരിക്ക നടത്തിയത്. തീരുവ വർദ്ധിപ്പിക്കുന്നതിന് അതും ഒരു കാരണമായിരുന്നു. അവിടെയാണ് ഇറാനിലേക്ക് ഇന്ത്യയുടെ എണ്ണ വ്യാപാരം മാറ്റിക്കൊണ്ടുപോയത്. പക്ഷേ ഇറാനുമായും അമേരിക്ക സംഘർഷത്തിലേർപ്പെടുന്ന സ്ഥിതി ഉണ്ടായതോടുകൂടി തന്നെയാണ് വെനസ്വേലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യയോടുള്ള ഒരു നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന അങ്ങനെ ഒരു താല്പര്യം ഇപ്പോൾ അമേരിക്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യയുടെ തീരുമാനം വളരെ നിർണായകമാണ്. അത് അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിരിക്കും അത്തരം കാര്യങ്ങളിൽ ഇന്ത്യ അന്തിമമായൊരു തീരുമാനമെടുക്കുക. ഏതായിരുന്നാലും ഇറാനിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എണ്ണ, ആ ഇടപാട് അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം, അതിന് കാരണവും അമേരിക്ക ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലമാണ്. മറ്റൊന്ന് റഷ്യ ഉക്രൈൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലം. റഷ്യയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്താൽ വലിയ സമ്പത്ത് റഷ്യയിലേക്ക് വരുന്ന ഒരു നിലയുണ്ടാകും. അത് ഒഴിവാക്കണം. അത് അങ്ങനെ സമ്പത്ത് എത്തിയാൽ അത് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാകുമെന്നാണ് ട്രംപ് നിലപാടെടുത്തിട്ടുള്ളത്. വെനസ്വേലയുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെനസ്വേലയുടെ ഭരണാധികാരിയെ അമേരിക്ക തടങ്കലിലാക്കുന്ന സ്ഥിതിയുണ്ടായി. ഇപ്പോൾ പൂർണ്ണമായും വെനസ്വേല അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ളൊരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പാവ സർക്കാർ, അല്ലെങ്കിൽ അമേരിക്ക ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഭരണം മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ വലിയ ജനസംഖ്യയിൽ വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്. പാലക്കാട് കറുകപത്തൂരിൽ ഗുണ്ടാ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കുത്തേറ്റു. സ്വകാര്യ ക്വാർട്ടേഴ്സിൽ വെച്ചായിരുന്നു സംഭവം. ക്വാർട്ടേഴ്സ് ഉടമകൾക്കാണ് കുത്തേറ്റത്. പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്തെ, തൃത്താല കറുകമ്പത്തൂരിലാണ് ഇന്നലെ ഗുണ്ട ആക്രമണം നടന്നത്. 2 പേർക്കാണ് കുത്തേറ്റത്. കറുകമ്പത്തൂരിലെ സ്വകാര്യ ക്വാർട്ടേഴ്സിൽ ഇന്നലെ വൈകുന്നേരമാണ് ആക്രമണം ഉണ്ടായത്. ക്വാർട്ടേഴ്സ് ഉടമകളായ ഉസ്മാൻ, ജംഷാദ് എന്നിവർക്കാണ് ഇന്നലെ കുത്തേറ്റത്. ഇവർ ആക്രമിച്ചവരും ഈ ഉടമകളും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയാണ് ഇന്നലെ ഇങ്ങനെ ഒരു ആക്രമണം നടന്നത് എന്നാണ് ചാലിശ്ശേരി പോലീസ് പറയുന്നത്. ആക്രമിച്ച ആളുകളെ ചാലിശ്ശേരി പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ട്. വ്യത്യസ്തമായ പഠനശേഷിയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനായി എറണാകുളം കാക്കനാട് അസീസി വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ ഏകസ്ഥ സെമിനാർ നടത്തി. അധ്യാപകർ, മാതാപിതാക്കൾ, സൈക്കോളജിസ്റ്റുകൾ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, മെഡിക്കൽ പ്രൊഫഷണൽസ് എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു. വ്യത്യസ്ത പഠനശേഷിയുള്ള കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസം ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ എത്തിക്കുക, കുട്ടികളുടെ അഭിരുചികളെ പരിപോഷിപ്പിക്കുക, രക്ഷിതാക്കളുടെ ആശങ്കകൾ അകറ്റുക എന്നതായിരുന്നു സെമിനാറിൻ്റെ ലക്ഷ്യം. അക്കാദമിക് സെഷനുകളിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. അധ്യാപകരും രക്ഷിതാക്കളും അറിയേണ്ട ലൈംഗിക വിദ്യാഭ്യാസം, വിദ്യാഭ്യാസ ഇളവുകൾ, സൗകര്യങ്ങൾ എന്നിവയും ചർച്ചയായി. Especially for
for the children with special needs, because one thing, it is a legal document. ഈ ഒരു എക്സ്പീരിയൻസിൽ കൂടെ ഒക്കെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ So you feel that children do not really understand when another child has been. ഇതോടെ രാവിലെ പൂർത്തിയാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.